അപ്പോൾ മക്കളെ, മാത്സിൻ്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സും ലോയും അക്കൗണ്ട്സും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ പേപ്പറാണ്, നമ്മുടെ എക്കണോമിക്സിൻ്റെ പേപ്പറാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സും ലോയും മാത്സും കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നൊരു പേപ്പറാണ് എക്കണോമിക്സ് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാറുണ്ട്. കാരണം ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ടഫായാൽ അത് എക്കണോമിക്സിനെ ബാധിക്കും. ഇപ്പം അക്കൗണ്ട്സ് നിങ്ങൾക്ക് ടഫാണെങ്കിൽ അത് ലോയിനെയും ബാക്കി എല്ലാ പേപ്പറിനെയും നിങ്ങൾ ബാധിക്കും. അത് നിങ്ങൾ കുഞ്ഞു മനസ്സല്ലേ, നിങ്ങൾ അതിൽ കൊണ്ടേ അങ്ങ് ഇടും. ശരിക്കും അതിനെ അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ അങ്ങ് ആക്കും. ഞാൻ അക്കൗണ്ടൻസി എനിക്ക് പാടായിരുന്നു, പിന്നെ എന്തിന് ബാക്കി 3 എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. എന്ത് പഠിക്കണം, ഏത് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എല്ലാം ട്രെൻഡ് അനാലിസിസിലും MTP ഡിസ്കഷനിലും ഒക്കെ ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് മൊത്തമാണ് സംസാരിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കാനായിട്ട് പോകുന്നത്, മക്കളെ, നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് അത് വലിയൊരു ഫാക്ടറാണ്, വലിയൊരു ഘടകമാണത്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ പിന്നെ ഒന്നുമില്ല. നിങ്ങൾ 6 മാസം ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ്? 6-7 മാസവും നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഫിസിക്കൽ എഫേർട്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടല്ലേ നിങ്ങളിത് പഠിച്ചത്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് നേടിയെടുക്കണം എന്ന് നിങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ചുറ്റും നിൽക്കുന്ന സാറുമാർക്കോ നോൺ ടീച്ചിങ് സ്റ്റാഫിനോ മാനേജ്മെൻറ്റിനോ ഫ്രണ്ട്സിനോ പേരൻസിനോ ഇവർക്ക് ആർക്കും തോന്നിയിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് കൂടി തോന്നണ്ടേ? അതായത് എന്ത് നിങ്ങൾക്ക് കൺസ്ട്രെയിൻ്റ് ഉണ്ടായിക്കോട്ടെ, ഇതുവരെ 3 എക്സാം കഴിഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി അങ്ങ് തീർക്കണം, പോസിറ്റീവായിട്ട് തീർക്കണം. എക്കണോമിക്സിൽ അങ്ങ് തീർത്തോളണം. മാക്സിമം അഗ്രഗേറ്റ് എക്കണോമിക്സിൽ നിന്ന് പിടിക്കണം. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് എക്സാം എഴുതുക. എക്സാം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് റീഡിങ്, അങ്ങനത്തെ ഒരു വലിയൊരു ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡാം ഷുവറുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. നെഗറ്റീവ് അടിക്കരുത്. നമ്മളെ സംബന്ധിച്ച് പിന്നെ പ്രശ്നമൊന്നുമില്ല. 8 മാർക്ക് നഷ്ടപ്പെട്ടാലാണ് നമുക്ക് 2 മാർക്ക് അങ്ങ് പോകുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും നിങ്ങൾ പ്രശ്നം വരുത്തരുത്. നിങ്ങൾ കുത്തുന്ന മൊത്തം നെഗറ്റീവായിട്ടൊന്നും വരരുത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ആൻസർ ചെയ്യുക. ഏത് ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലവണ്ണം അറിയാം. അത് നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ ഈ ഒരു നൈറ്റ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് പോകരുത്. ഇന്ന് പുതിയത് പഠിക്കേണ്ട ഒരാവശ്യമില്ല. എന്താണോ മക്കൾ പഠിച്ചു വെച്ചേക്കണേ അത് മാത്രം അങ്ങ് പഠിച്ചാൽ മതി. അല്ലാതെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇനി പഠിച്ച് അതിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ. എന്ത് പഠിച്ചു വെച്ചോ അത് കണ്ടിന്യൂ ചെയ്യുക, അത് റിവിഷൻ നടത്തുക. മാക്സിമം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വേറെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ എക്സാമിലേക്ക് പോവുക. മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് 100% ഉറപ്പാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ പോവുക. ഏത് ഏരിയയിൽ നിന്ന് മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്കറിയാം. മണി സപ്ലൈയിലെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, കോസ്റ്റിലെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഡിമാൻഡിലെ മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ അവരെന്തെങ്കിലും ഒരു മയം കാണിക്കുകയാണെങ്കിൽ അത് ഡിമാൻഡിൽ നിന്നായിരിക്കും മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറയ്ക്കുക. ബാക്കി സപ്ലൈന്നും മണി സപ്ലൈന്നും നല്ല ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കോസ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമി ഇത്തവണ നല്ല ജനറൽ ടേംസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി നിങ്ങൾ പഠിച്ചില്ല എന്ന് വിചാരിക്കും, ഞാൻ പറഞ്ഞു തന്ന സ്കീമുകളോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാനായിട്ട് നിൽക്കുകയും വേണ്ട. ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് നിൽക്കുകയും വേണ്ട. ഉള്ളത് മതി. ഉള്ളത് വെച്ചുകൊണ്ട് മാക്സിമം പോയി നല്ല രീതിയിൽ എക്സാം പ്രസൻറ്റ് ചെയ്തിട്ട് ഇങ്ങ് വരിക കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല, ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വായോ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുത്, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ.